ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ വയനാട് ട്രിപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. വയനാട് എന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്ന രണ്ട് കാര്യമാണ്. ഒന്ന് വള്ളിയൂർ കാവിലമ്മയും രണ്ടാമതായിട്ട് തിരുനെല്ലി ക്ഷേത്രം. ഇത് മാത്രമേ എനിക്കറിയാവുള്ളൂ. വേറെ ഒന്നും തന്നെ എനിക്ക് വയനാടിനെ കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ ക്ഷേത്രത്തിലാണ് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വള്ളിയൂർക്കാവ് ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടുന്ന് അന്നപ്രസാദമായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു മഹാഭാഗ്യം കിട്ടി. എന്നെ സംബന്ധിച്ചുള്ള ഒരു മഹാഭാഗ്യം തന്നെയാണ് കേട്ടോ. കാരണം എൻ്റെ ചെറുപ്പകാലത്തിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്നും ആളുകൾ അവിടെ വള്ളിയൂർക്കാവിൽ ഉത്സവം തുടങ്ങി അവിടെ ഈ പല സാധനങ്ങൾ വിൽക്കാനായിട്ട് അവിടെ 10-15 ദിവസത്തെ ഉത്സവമുണ്ട്. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ സമയത്ത് പല സാധനങ്ങൾ വിൽക്കാനായിട്ട് ഇവിടെ നിന്നൊക്കെ ആളുകൾ പോകും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടതാണ്. കേരളത്തിലെ വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. വനദുർഗ, ഭദ്രകാളി, ജലദുർഗ എന്നീ 3 ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ ക്ഷേത്രം വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളുടെ പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നാണ്. എല്ലാ വർഷവും മാർച്ച്-ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന 15 ദിവസത്തെ ഉത്സവം ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. വള്ളിയൂരമ്മ വയനാട്ടിലെ ആദിവാസികളുടെ കുലദൈവമായിരുന്നു. വള്ളിയൂരമ്മ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത് പുരാതന മാതൃദൈവമായ ഭദ്രകാളിയാണ്. പ്രപഞ്ചനാഥയായ ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ ഭഗവതി ആരാധിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും പൗരാണികമായ മതങ്ങളിൽ ഒന്നായിരുന്നു ശാക്തേയം എന്ന് പറയാം. വള്ളിയൂർക്കാവിൽ അമ്മയുടെ ഉത്സവ സമയത്ത് ആദിവാസികൾ ധാരാളമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഇന്നും ആദിവാസി സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഉത്സവം നടന്നു പോരുന്നതും. പണ്ട് കാലത്ത് ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ അടിമ വ്യാപാരം നടക്കാറുണ്ടായിരുന്നു അത്രേ. ഇത് എളാമ്മയാണ്. എളാമ്മയുടെ ഫ്രണ്ടിനോട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അമ്മയുടെ അന്നപ്രസാദം കഴിച്ചതിന് ശേഷം താഴേക്ക് ഇറങ്ങി വരികയാണ്. നമ്മൾ അങ്ങേ വഴിയിലൂടെ ഓട്ടോയിൽ പോയി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നട ഇറങ്ങിയാണ് ഇങ്ങോട്ട് വരുന്നത് നേരെ താഴെ കാവിലേക്കാണ്. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. ഇത് മൊത്തം വള്ളിയൂർ കാവിലമ്മയുടെ സ്ഥലം തന്നെയാണ്. ഉത്സവ സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ എളാമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നമ്മൾ നടയിറങ്ങി നേരെ വരുന്നത് താഴെ കാവിലേക്കാണ്. അവിടെ നമ്മൾ തൊഴുതു. എന്നതിന് ശേഷം റോഡ് മുറിച്ച് കടന്നു കഴിഞ്ഞാൽ നമ്മൾ നദിയുടെ തീരത്തെത്തും. അതവിടെ ഒരു ചെറിയ പുഴയാണ്. ആ പുഴയുടെ തീരത്ത് നമുക്കങ്ങനെ കുറേ നടയെല്ലാം കെട്ടിയിട്ട് അവിടെ ഇരിക്കാനൊക്കെ പറ്റും. മഴക്കാലത്ത് വെള്ളമൊക്കെ കയറുന്നതാണ്. ഉത്സവത്തിന് ശേഷം നടത്തുന്ന മീനൂട്ടാണ്. അതായത് ജലദേവതയായിട്ടും ഇവിടെ അമ്മയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൻ്റെ അകത്തൊരു വലിയ ഉരുളി നിറച്ചും അമ്മയ്ക്ക് നേദ്യം സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അത് പിന്നെ ഉരുളി എടുക്കുന്നത് പിറ്റത്തെ വർഷം മാത്രമാണ് എടുക്കുക. അങ്ങനെ ഒരു ചടങ്ങുണ്ട് ഇവിടെ. ഈ വർഷത്തെ സമ്മറിൽ നമുക്ക് മാനന്തവാടിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ഇതാണ് നദി. നമുക്ക് ഉരുളി കാണാൻ പറ്റില്ല. അത് കണ്ടോ, എന്തുമാത്രം ഇതിലാണ് വെള്ളം ഇങ്ങനെ പോകുന്നത്. ഇവിടെ ഇങ്ങനെ ടൈം പാസിന് ആളുകൾ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം, വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ മാനന്തവാടിയിലെ വള്ളിയൂർക്കാവിൽ അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.